ഇപ്പം ചായ പോയിരുന്നു. രാജ്യമേ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് അതൊന്നും അങ്ങാട് എല്ലാവരും പോയി. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് 2 ദിവസത്തെ വീഡിയോയാണ്. കാരണം ഒരു ദിവസത്തേത് ഇച്ചിരി ഉള്ളായിരുന്നു, കുക്കിംഗ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് 2 ദിവസത്തെ അടുപ്പിച്ച് കാണിക്കുക. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇഡലിയും ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് ഇഡലി സാമ്പാർ അല്ലെങ്കിൽ ദോശ സാമ്പാർ അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇവിടെ പോൾമോന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയായിരിക്കും, കട്ടി കുറഞ്ഞ ദോശ. ഇഡലി ആണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലിയൊക്കെ വേണം. ആൾക്കൊരിച്ചിരി ഇതൊക്കെയുണ്ട്. അതുപോലെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുന്നവരും ലൈക്ക് ഇടുന്നവർക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. അപ്പം നിങ്ങൾ ചിലരാണെങ്കിലും മറന്നുപോകും, പിന്നെ ലൈക്ക് ചെയ്യാൻ പിന്നെ കമൻ്റ് ഇടാമെന്നൊക്കെ ചിന്തിക്കും. ആ കാണുന്ന സമയത്ത് എന്തുവാന്ന് വെച്ചാൽ അങ്ങ് കമൻ്റ് ഇട്ടേക്കണേ. ഇതിപ്പം നല്ല സോഫ്റ്റ് ഇഡലിയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പ്രീസമ്മ നടുന്ന് നന്നായി ചുമയ്ക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തണുപ്പുണ്ടെന്ന്. പിന്നെ രാവിലെ കുളിച്ചിട്ട് ബസ്സിലിങ്ങനെ പോകുമ്പോഴൊക്കെ കാറ്റടിക്കും. ഓൾമോനാണെങ്കിൽ കുളിച്ചിട്ട് വന്നാൽ തല തോർത്തിടാന്ന് പറഞ്ഞിട്ട് തലേന്ന് വെള്ളവും. അത് ഇപ്പോഴും നല്ല എപ്പോഴും അങ്ങനെ. എടാ തോർത്തെന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന് തോർത്തിത്താന്ന് പറയും. ഞാൻ പറയും ഇത്രയും വലിയ ചെറുക്കനെ ഞാൻ ഇനി സ്റ്റൂളിൻ്റെ മണ്ടേ കയറിയുന്ന തല തോർത്തിത്തരണമെന്ന് ചോദിച്ചു. എന്തോ ചെയ്യാൻ, പിള്ളേർക്ക് എന്തെങ്കിലും ചുമയോ വല്ലതും വന്നാൽ നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഈ രാവിലെ ഈ മക്കൾ സ്കൂളിലൊക്കെ പോകുന്ന മക്കളുള്ള അമ്മമാർക്ക് രാവിലെ ഭയങ്കര ധൃതിയായിരിക്കും. ഹസ്ബൻഡിനൊക്കെ ഓഫീസിലൊക്കെ ടിഫിൻ കൊടുക്കുന്നവരാണെങ്കിൽ അവരെ എല്ലാം ഒന്ന് വിട്ട് അവർക്ക് ടിഫിനെല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ടേ നമുക്കൊരു സമാധാനം കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ഒട്ടും അങ്ങോട്ട് സമയം കിട്ടാത്ത ഒരു ടൈമാണ് രാവിലെ. അതുകൊണ്ട് രാവിലത്തേക്കിനൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ അങ്ങ് തലേന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്തു വെക്കാം നമുക്ക്. ഞാൻ എല്ലാവരുടെയും കാര്യം പറയുന്നത്, ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു വെക്കും. അപ്പം ഞാൻ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഇന്ന് അധികം ജോലിയൊന്നും അങ്ങനെ ഇന്നലത്തെ സാമ്പാറൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ല ഈ ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി. അതൊന്ന് വെച്ച് ഞാൻ കഴിക്കാറില്ല. അപ്പം പണ്ടിവിടെ സ്ഥിരം പോൾമോന് ഇതായിരുന്നു ഇഷ്ടം. കൊച്ചൻ കഴിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം അവനും കഴിക്കും. അപ്പോൾ തോരൻ വെക്കുന്നത് കാബേജ് തോരനാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനാണ്, എല്ലാവരും കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്നത്, എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ കഴിക്കാറില്ല. പക്ഷേ കുക്ക് ചെയ്ത് കാബേജ് കഴിച്ചാൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുവാണെങ്കിലും നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മളിപ്പം കൂട്ടാനോ കറിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ എല്ലാവരും കഴിക്കുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഇത് കുറച്ച് പേര് കൂട്ടും, കുറച്ച് പേര് കൂട്ടത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. കാരണം കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതിവിടെ ഇവർക്കെല്ലാം ഇഷ്ടമാണ്. ഒരു മോരുകറിയും കാബേജും ഉണ്ടെങ്കിൽ റീച്ചാൻ സുഖം. റീച്ചാൻ പിന്നെ ഇപ്പം ചോറങ്ങനെ കഴിക്കുന്നേ ഇല്ല. കാരണം രാവിലെ ഈ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, ഉച്ചയ്ക്ക് ചപ്പാത്തി, വന്നിട്ടും ചപ്പാത്തി, പിന്നെ ചോറാഹാരം കഴിക്കുന്നേ ഇല്ല. പിന്നെ വല്ലപ്പോഴും സൺഡേയിലെങ്ങാണം ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കാബേജ് ആദ്യം ഒന്ന് എല്ലാം ഒന്ന് ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് വഴറ്റി മഞ്ഞളൊക്കെ ഇട്ടതിന് ശേഷം കാബേജ് ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് വിട്ട് കഴിഞ്ഞിട്ടേ ഞാൻ ഉപ്പിടത്തുള്ളൂ. കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വെള്ളം വിടും, പിന്നെ അതങ്ങ് കുഴയും. അപ്പോൾ ഈ ചെയ്യുന്നത് ഞാൻ രാത്രിയിലെ അങ്ങ് പുട്ടുണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇത് ഞാൻ ഇത്രയും പ്രോസസ്സിങ് രാവിലെ ചെയ്തുകൊണ്ട് നിന്നാൽ ഒത്തിരി നേരത്തെ എണ്ണിക്കുന്നതിനൊക്കെ ഒത്തിരി നേരത്തെ എണ്ണിക്കുകയും ചെയ്യണം. കാരണം ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് പുട്ടുണ്ടാക്കണ്ടേ. 1-2 പേർക്കാണെങ്കിൽ രാവിലെ എണീറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പോൾ പിള്ളേർക്ക് ഇത് കൂടാതെ ടിഫിനും ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പുട്ട് കൊടുത്തു വിടാനും പറ്റത്തില്ലല്ലേ. അങ്ങനെ
അപ്പം ഞാൻ ആദ്യം നാണ്ടെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടൊരു പാത്രത്തിൽ ഗോതമ്പ് പൊടി ഇങ്ങനെ കുഴച്ച്, അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഡ്രൈ ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഞാൻ ഇവിടെ എൻ്റെ പ്രൈസമോനൊക്കെ ചിലപ്പം ഈ പോളിനാന്നേലും ചിലപ്പം പുട്ട് ചില സമയത്ത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തെന്നോ, ആ പൊടിക്കകത്ത് 2-3 ഏലക്കയും കൂടി ഇട്ടൊന്ന് പൊടിച്ച്, അപ്പം നല്ലൊരു മണം കിട്ടും. അന്നേരം അത് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ലൊരു ഏലക്കയുടെ മണം കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം ഡ്രൈ പൗഡർ ഇട്ട് പിന്നെ ഇങ്ങനെ ഈ കുഴഞ്ഞ ലൂസായിട്ടുള്ള മാവോട് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് നമ്മൾ ഇട്ട് അരയ്ക്കുന്നത് പോലെ അരയ്ക്കുമല്ല, പൾസ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളങ്ങനെ പൾസ് ചെയ്യുന്ന സമയത്ത് ഒന്നീ പൊടി കുഴഞ്ഞ് ഇച്ചിരി ഇരിക്കുവാണെങ്കിൽ ഡ്രൈ പൗഡർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രൈ കൂടുതലായിട്ട് ഇരിക്കുവാണെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ ലൂസായ മാവ് ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്ത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് പുട്ട് കുഴയ്ക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് പൊടി ഇരിക്കും. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അങ്ങ് ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ആവിയും കിട്ടും. നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കി നമുക്ക് അന്നേരം കഴിക്കാനായിട്ട് കൊടുത്താൽ മതി. കാരണം ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചത് കൊണ്ടേ. ഇതിപ്പോൾ ഞാൻ ഇത്രയും പ്രോസസ്സിങ് രാവിലെ ചെയ്യാനിരുന്നാൽ എനിക്ക് ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഞാൻ തലേന്ന് ഇങ്ങനെ രീതിയിൽ പുട്ടുണ്ടാക്കുവാണെങ്കിൽ ഞാൻ തലേന്നേ ഇങ്ങനെ ഉണ്ടാക്കി പൊടി അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കും. അതേസമയം ചോറുകൊണ്ടും പുട്ടുണ്ടാക്കാറുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി 1 കപ്പ് ചോറും അങ്ങനെ. അത് നമുക്ക് പെട്ടെന്ന് രാവിലെ അങ്ങ് ഉണ്ടാക്കാം. ഇപ്പം ചായ പോയിരുന്നു. ചായ അടപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങോട്ട് ചെയ്ത്. ഇച്ചിരി ഒന്ന് തീ കൂടിപ്പോയി. അപ്പോഴത്തേന് ഷൂന്നൊരു സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞാനത് ഓഫാക്കി. അല്ലെങ്കിൽ ഇന്ന് ഗ്യാസ് മൊത്തം എനിക്ക് പണി തന്നേനെയായിരുന്നു. അപ്പോൾ കൊച്ചുങ്ങൾക്കുള്ള ബോൺവിറ്റ അവിടെ ഞാൻ കലക്കി അവിടോട്ട് വെച്ചിട്ട് ചായ ഇത്രയും നിങ്ങൾ ഇത്രയും ചായ എന്തിനാണെന്ന് നിങ്ങൾ 3 പേരെല്ലാം കുടിക്കത്തുള്ളൂ. എൻ്റെ റേച്ചാൻ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നതിന് മുമ്പിട്ട് ഒരു 4-5 പ്രാവശ്യമെങ്കിലും കുടിക്കും. അതായത് നമ്മൾ ഈ ഫുള്ള് കുടിക്കുന്നത് പോലല്ല, ഞാൻ ആ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിലെ ചായ പുള്ളി ഒരു 3 പ്രാവശ്യമായിട്ട് കുടിക്കും. കട്ടിങ് ഇവിടെ ബോംബെയിലൊക്കെ പറയും കട്ടിങ് എന്ന് വെച്ചാൽ ഒരു ചായയുടെ പകുതിയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണം. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ചായ ഡാഡിക്കാന്നേലും രാവിലെ ഞാനൊരെണ്ണം കൊടുക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുക്കും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോൻ കൊണ്ട് കൊടുക്കും കുടിക്കാൻ നേരം. അങ്ങനെ അവരൊക്കെ ചായ ഇത്തിരി കൂടുതൽ കുടിക്കുന്നവരാണ്. അപ്പോൾ പുട്ടിങ്ങനെ ഉണ്ടാക്കി ചൂടോടെ ഞാൻ ഓരോരുത്തർക്കങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പഴമായിരുന്നെന്ന്. അപ്പോൾ ഞാൻ പോളിനോട് പറഞ്ഞ് 1-2 പഴം എടുത്തുകൊണ്ട് പോകുന്നു. കാരണം അവർക്ക് ഇച്ചിരി ഇളക്കി കഴിക്കാൻ പഴം വേണം. ഇപ്പോൾ റെയ്ച്ചാൻ ഉണ്ടാക്കുവാണെങ്കിൽ റെയ്ച്ചാൻ അങ്ങനെ പഴം വേണമെന്നൊന്നുമില്ല. തേങ്ങ ഇച്ചിരി 1-2 സ്ഥലത്ത് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അതും അരക്കുറ്റി പുട്ട് മതി. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാക്കി പ്രൈസം മോൻ കണ്ടപ്പോഴേ വേണ്ടാന്നും പറഞ്ഞ് നടക്കുക. അപ്പം ഞാനിതുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്തതിന് ശേഷം അവനുള്ളതുണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ട് ഇളക്കി വാരി കൊടുക്കാമെന്ന് വെച്ച്. അങ്ങനെ ഇളക്കി വാരി കൊടുത്താണ് ഞാൻ പറഞ്ഞില്ലേ ഏലക്കാപ്പൊടിയുടെ ഒക്കെ ഒരു മണം ഉണ്ടെന്ന്. അപ്പോൾ ആൾക്കൊരു ഇച്ചിരി ടേസ്റ്റ് തോന്നി. ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടു, പിന്നെ ഇച്ചിരി പഴവും ഇട്ട് കൊടുക്കുക, എങ്ങനെയും അങ്ങ് വയറ്റി ചെല്ലട്ടെന്നും പറഞ്ഞു. പിന്നെ അവന് ടിഫിൻ ഞാൻ വേറെ ഉണ്ടാക്കി ഇത് ചീസും ബ്രെഡും കൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. പുട്ട് കണ്ടുകൊണ്ട് പോയി ഒരു ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് ഹോംവർക്കും ഉണ്ട്, ബിസ്ക്കറ്റും തിന്നിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം എൻ്റെ പുട്ട് പരിപാടി തീർന്നില്ല. അപ്പം ഞാൻ രാത്രിയിൽ ഈ രാജ്മ ഉണ്ടല്ല, ആ പയർ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്ന് കറി വെക്കാമെന്ന് വെച്ച്. അപ്പോൾ അത് ഞാനങ്ങ് ഇപ്പം ഗ്യാസ് കാലിയായി. അപ്പോൾ അതങ്ങ് വേവിച്ചിട്ടാൽ പെട്ടെന്ന് നമുക്ക് പരിപാടികളങ്ങ് നടക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു ഇച്ചിരി ഉപ്പും ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് 2 വിസിൽ. ഞാൻ പറയുന്നത് രാജ്മ നല്ല അങ്ങനെ വേവുള്ളത് അല്ല, പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന്. ഞാൻ ഇച്ചിരി പ്രീസമ്മോനോട് ഷൗട്ടായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കല്ലോ ഈ തള്ള എന്തോ ഈ കൊച്ചിനെ കൊല്ലുമോന്ന്. എങ്ങനെയും പേടിപ്പിക്കണ്ടേ ഒന്ന്. നീ എന്താ തിന്നിട്ടാ നിന്റെ വയറ് നിറഞ്ഞതിപ്പം? ഞാൻ വാരിത്തരാം, മര്യാദയ്ക്ക് ഇവിടെ വാ. എടാ അവൻ ചുമ്മാ പറഞ്ഞാന്ന്. അവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. ഇവിടെ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ കരാബ്. പുട്ടും പഴവും കൂടെ അമ്മ ഇളക്കി തരാം, നല്ലതാ, കഴിക്കും. പുട്ടും പറവും അല്ല, പുട്ടും പഴവും. ഞാൻ അവന് വേണ്ടാന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞൊരു കുറ്റി ഉണ്ടാക്കിയത്. അപ്പം മറ്റോൻ ചിടായിച്ച്, എടാ ഞാൻ രാവിലെ മാഗി ഉണ്ടാക്കി കഴിച്ചെന്ന്. അവൻ ചിന്തിച്ച് ചുമ്മാ കള്ളത്തരം പറഞ്ഞതാ.
അവനിരുന്ന് പുട്ടും പഴവും തിന്നു. എന്നിട്ട് പറയാം ഞാൻ രാവിലെ മാഗിയും കഴിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു നീ എന്തിനാണ് വെറുതെ കള്ളം പറയാൻ പറഞ്ഞാൽ അവനൊരു ഞൂട്ടും കൊടുത്ത് ഞാൻ പോയി. എങ്ങനെയും ഓരോന്നിനെ തീറ്റിക്കുന്ന പാടും ഉണ്ടാക്കുന്ന പാടും നമുക്കറിയാം. അപ്പം എൻ്റെ അടുത്ത് പറയാം എന്നൊന്ന് നിങ്ങൾക്കറിയാമേ ഞാൻ പുട്ടും പഴവും എന്നാണ് ഉണ്ടാക്കിയെന്ന്. അവനത് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് കിടന്ന് ചാടിക്കൊണ്ട് ഇരിക്കുക. പിന്നെ കൊടുത്ത് എന്തെങ്കിലും കഴിച്ച് പുട്ട് കഴിക്കാമെന്ന് പറയണ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ വയറ് നിറഞ്ഞിരിക്കുവാന്ന്. കള്ളത്തരമേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ കൂട്ട് ഇച്ചിരി സ്വീറ്റ് പൊട്ടറ്റോ ഇന്നും ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഡാഡിക്കും കൊടുത്തു. ഡാഡിക്കും ഇഷ്ടമായി. റിസൻ ഹായ്. ലിബാം ഇട്ടോ? ഇങ്ങനെ ഇച്ചിരിയൊന്നും നമ്മൾ കാര്യത്തിന് വരട്ടിയില്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ല. ഞാൻ പറയില്ല ഏലക്ക ഇട്ടതുകൊണ്ട് അവൻ പറഞ്ഞാൽ ആ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന്. അതുകൊണ്ടൊക്കെ ട്രിക്ക് ചെയ്തുകൊണ്ടാണ് ഇച്ചിരിയും തിന്നു. ഞാൻ പറയാം എടാ കാണുമ്പോഴേ വേണ്ടാന്ന് പറയാതെ തിന്നൊന്ന് നോക്കണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നല്ല മൂഡായിരുന്നു. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു രാവിലെ അങ്ങ് തുണി അങ്ങ് കഴുകാനിട്ടത് കൊണ്ട് കൊച്ചൻ പോകുന്നതിന് മുമ്പിട്ട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ അങ്ങ് തുണി അങ്ങ് വിരിച്ചേക്കാൻ പറഞ്ഞു. പിന്നെ അകത്തേക്ക് ഞാൻ വിരിച്ചോളാം എന്ന് പറഞ്ഞു. ബാഗിലെല്ലാം എടുത്ത് വെച്ചോ? നിനക്ക് ഇവിടുന്ന് തന്നില്ലേ ടിഫിൻ? ഇവിടുന്ന് ടിഫിൻ കൊണ്ടുവരാത്തവർക്കല്ലേ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്നേ? പോൾ ഇട്ടോണ്ട് നല്ല ഷർട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഒരു 4 എണ്ണം അന്ന് ഞാൻ മാറ്റി വെച്ചായിരുന്നു. അതൊന്നും എടുത്ത് മൊത്തം ഒന്ന് വെട്ടാമെന്ന് പറഞ്ഞാൽ എടുത്തത്. പക്ഷെ വെട്ടാൻ പറ്റിയില്ല. ഇതൊന്ന് വറക്കാം. അവനെന്തോ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവനെന്താ 20 രൂപ കൊടുക്കാഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം പിള്ളേർക്ക് ആഴ്ചയിൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ അലോഡ് ഉണ്ടെന്ന്. അപ്പം ഞാനങ്ങ് മറന്നു പോവാ ദിവസം ഏതാന്ന് വെച്ചാൽ. അങ്ങ് നമ്മൾ ടിഫിൻ കൊടുത്തു വിടും. ഞാൻ പറഞ്ഞു ടിഫിൻ ഇല്ലാത്തപ്പോൾ കൊണ്ടുപോയാൽ പോരെ. അല്ല പിള്ളേരെല്ലാം ടിഫിൻ കൊണ്ടുവന്നവരും വാങ്ങിച്ച് തിന്നുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച മോൻ ഓർപ്പിച്ച് എന്നോട് പറ ഞാൻ പൈസ ഒന്നും ഇടാമെന്ന്. ഇടയ്ക്ക് വല്ലപ്പോഴും കൊടുക്കുന്ന പിള്ളേരെല്ലാം പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്നുണ്ടേ അവർക്കും കൊതി. ഐസ്ക്രീം എന്ന് പറയാൻ കാര്യം അവൻ എന്നോട് പറഞ്ഞ് പെണ്ണുങ്ങൾ 2-3 പിള്ളേർ പോയി ഐസ്ക്രീമാണ് വാങ്ങിച്ച് കഴിച്ചതെന്ന്. അതൊക്കെ കാണുമ്പോൾ കൊച്ചുങ്ങൾക്ക് കൊതിയല്ലേ. അങ്ങനെ എല്ലാവരും പോയി. ഞാനങ്ങ് വോയിസ് ഓവർ കൊടുക്കുക. കാരണം ഞാൻ എക്സോസ് ഫാൻ ഇട്ടിട്ടാണ് ഞാൻ ഈ മീൻ വെട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ സൗണ്ടും ആ സൗണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്തളവും. അപ്പം എല്ലാവരും പോയി. പിന്നെ ഞാൻ അപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല രാവിലെ തുണി വിരിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അകത്തേത് ഞാൻ വിരിച്ചില്ല. തുണി കഴിവ് അരി തിളപ്പിച്ചിട്ടു, സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ടു, രജ്മ വേവിച്ചിട്ടു. ഇനി അതിന് അരപ്പ് ചേർക്കണം. അപ്പോൾ ഈ മീനൂടെ വെട്ടി പുരട്ടി വെച്ചിട്ട് ഇത് പിന്നെ ഞാൻ അന്ന് വാങ്ങിച്ച വങ്കട നല്ല ടേസ്റ്റായിരുന്നു കറി വെച്ചിട്ട്. അന്ന് ഗീതേച്ചി ചോദിക്കുകയും ചെയ്തു ബിജി വങ്കട കഴിച്ച് സങ്കടം മാറിയോ എന്ന്. ഞാൻ പറഞ്ഞ ആ സങ്കടം മാറിയെന്ന്. അപ്പോൾ ഇത് വറുത്തപ്പോഴും പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ടേസ്റ്റാണ് തലയ്ക്ക്. അപ്പോൾ തലയും ഞാൻ എടുക്കുന്നുണ്ട് വറക്കാനായിട്ട്. തല ഞാനൊരു തലയാകുമ്പോൾ വറക്കുമ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം വറക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. കഴിഞ്ഞ വിൻ്റർ ഇതൊന്നും പറഞ്ഞ് പിള്ളേർക്ക് ടിഫിൻ ഒരു സർക്കുലർ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ദിവസം ദൈവമേ തല ഭ്രാന്തെടുക്കുമായിരുന്നു അവർ പറയുന്നതനുസരിച്ച്. ചിലതൊക്കെ ആണെങ്കിൽ ഈ ചെറുക്കൻ കഴിക്കാത്തത് പോലുമില്ല. പിന്നെ പച്ച വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വീട്ടിലാണെങ്കിൽ കൊടുക്കുന്ന പാട് നമുക്കറിയാം. അവിടെ കൊണ്ടുപോയി തിന്നില്ലെങ്കിൽ ടീച്ചർ കാണാൻ വഴക്ക് പറഞ്ഞാലോ ഒന്നും പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടായിരുന്നെന്നറിയാമോ ആ ആഴ്ചകളിൽ. ഒന്നും പറയണ്ട. അങ്ങനെയൊക്കെ സർക്കുലർ തന്നാൽ അവർ വല്ലാതെ ഇന്നത് തന്നെ കൊടുത്തു കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് അല്ലാതെ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു വേറെ എല്ലാ പിള്ളേരും അതല്ലാതെ കൊണ്ടുവന്നു പറഞ്ഞാൽ കൊണ്ടുവരുന്നുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ആശ്വാസമായി. പിന്നെ മീൻ വെട്ടിക്കൊണ്ട് നിന്നപ്പം തുണിക്കാരൻ വന്നു. പിന്നെ ഡാഡി കിടക്കുമായിരുന്നു. ഡാഡിക്ക് പെട്ടെന്ന് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം അല്ലെങ്കിൽ ഡാഡി എണീക്കത്തില്ലേ. ഞാൻ പിന്നെ കൈയൊക്കെ കഴുകി പിന്നെ പോയി തുണി കൊടുക്കാൻ വന്നു. ഈ മീൻ വെട്ടുന്ന സമയത്ത് ആരെങ്കിലും നമ്മൾ ഈ കൈ കഴുകിയൊക്കെ പോകുന്നതൊക്കെ വല്ലാത്തൊരിതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് മസാല പുരട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇച്ചിരി നന്നായിട്ട് ഞാൻ ചേർക്കും, ഉപ്പ് ഇത്രയും ചേർത്ത് മസാല പുരട്ടി വെച്ചാൽ മതി.
ചിലർ പറയും ഗരം മസാലയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ ഞാൻ ചേർക്കും, ഇന്ന് പക്ഷേ ഞാൻ ചേർത്തില്ല കേട്ടോ. എന്നിട്ട് കുടിക്കാൻ വെള്ളം, ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അങ്ങനെ വെള്ളം അങ്ങനെ പെട്ടെന്ന് തീരാറില്ല. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് കുടിക്കാൻ വെള്ളവും എടുത്ത് വെച്ചു. പിന്നെ കഞ്ഞി തിളപ്പിച്ചിട്ടേക്കുന്നു. അപ്പം നമ്മുടെ രജമക്കറിക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്തിരി പെരുംജീരകം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്തില്ല, കൂട്ടമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ അകത്ത് ഇച്ചിരി ചെറിയ പീസ് പട്ടയും കാണും, അതുകൂടെ കയ്യിലങ്ങ് വന്നിട്ടുണ്ട്, അതുകൂടെ അങ്ങ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ചട്ടി വെച്ച് സവാള, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തത് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പുട്ടുകുടമൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ അരിഞ്ഞു വെച്ച ടൊമാറ്റോയുടെ ചേർത്ത്, ടൊമാറ്റോയിൽ ഒരു കിമ്മിണി ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇച്ചിരി ഒന്ന് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി ഒന്ന് വാടി വരും. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ടൊമാറ്റോയൊക്കെ ഒന്ന് വഴന്ന് വന്നു. ഇതിലേക്ക് ഇനിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരിച്ചേയും പേരിന് വേണ്ടി മതി. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ അരച്ച അരപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അരപ്പൊന്ന് ഇച്ചിരി നേരം ഞാനൊന്ന് ഇളക്കി ഒന്ന് വേവട്ടെ, ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ ഒരു 1-2 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കി അതൊന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വെന്ത രജ്മയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ രജ്മയുടെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ അത് ടേസ്റ്റിനൊരു ഇത്തിരി ഉണ്ടെങ്കിലും ഗുണം ഭയങ്കരമായത്. രജ്മ നല്ല പ്രോട്ടീനുള്ള ഒരു ഇതാണ്, നല്ല ഫൈബറാണ് ഇതിലൊക്കെ. അടിപൊളി ടേസ്റ്റ്. ഇച്ചിരി ഉപ്പ് കൂടെ വേണം. ഇനി അവിടെ തിളക്കട്ടെ. അരി തിളച്ചു. ഇനിയും അരി ഓഫാക്കി അവിടെ കിടക്കട്ടെ. ഇനി മീനൂടെ വറക്കാനായിട്ട്, മീനൊക്കെ ഇപ്പം മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, അരമണിക്കൂറിൽ കൂടുതലൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മീൻ ഇതിൻ്റെ അകത്തിട്ട് വറുത്തിട്ട് ഞാൻ ഞാൻ എന്തോ ചെയ്യുമെന്നോ ഞാൻ ചിന്തിച്ച് ഒരു കുഴുവനായിട്ടുള്ള എന്തെങ്കിലും ആകുമ്പോൾ എണ്ണ നമുക്ക് കുറച്ചൊഴിച്ചാൽ മതി. പക്ഷേ ആ തല മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ, അല്ലാതെ ഇതിൽ എത്ര നമ്മളിട്ട് തല ഇട്ട് വറുത്താലും അങ്ങോട്ട് ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മീൻ വറക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഇതും കുഴപ്പമില്ലായിരുന്നു, തരക്കേടില്ലാത്ത മാംസമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പം ഇവരുടെ പപ്പ അങ്ങനെ കൂട്ടാറില്ല മീൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്കും ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഡാഡിക്ക് പിന്നെ ഞാൻ ഇത്തിരി ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയും ആ രജ്മക്കറിയും കൂടെ കൂട്ടി ചപ്പാത്തി അങ്ങ് കൊടുക്കാമെന്ന് വെച്ച്. കറിയൊക്കെ തിളച്ച് ഞാൻ കറി ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് അതിലോട്ട് ഇനിയും കുറച്ച് കടുകൂടെ വറുത്ത് ചേർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ കഷ്ണം കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ചാറിന് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അഥവാ മുളക് പൊടി ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നിയുണ്ട്, ഞാനൊരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്താലും മതി. അപ്പോൾ മീനൊക്കെ ഞാൻ ഇത് മേയറിൻ്റെ പാനാണ് എൻ്റെ ഈ മീൻ വറുക്കുന്നത്. നല്ല പാനാണ്, മീനൊന്നും അടിയിലൊന്നും ഒട്ടിപ്പിടിക്കത്തേ ഇല്ല. ഇപ്പോൾ വാങ്ങിച്ചിട്ട് വർഷമായെന്ന് തോന്നുന്നു. പക്ഷേ മേയറിൻ്റെ പാത്രങ്ങൾക്ക് ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ആ കടുക് വറുത്ത ആ കുഴിയൻ ഇതിൻ്റെ അകത്ത് ഒരിച്ചിരി ഓയിലൊഴിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് വറുക്കാമെന്ന് വെച്ച്. അപ്പോൾ കുറച്ച് പെട്ടെന്ന്, അല്ലാതെ നമ്മൾ ഈ മീനിട്ട് ഈ പാനിലിട്ട് വറുക്കുന്നതിൻ്റെ അത്രയൊന്നും സമയം എടുക്കത്തില്ല, കുറച്ച് എണ്ണയേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ ഒത്തിരിയായിട്ട് തോന്നും. 2 തലയും കൂടെ ഇട്ടപ്പോഴത്തേക്കിന് അത് പെട്ടെന്ന്. അപ്പം ഇതിൻ്റെ അകത്ത് വറുത്തിട്ട് ഒരു ഇച്ചിരി ഓയിൽ അടിയിലുണ്ടായിരുന്നു. ആ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ പുഴുങ്ങിയില്ലേ, അത് അതിലൊന്ന് മുക്കി തിന്നു. എന്തോ ടേസ്റ്റായിരുന്നു. പണ്ട് അമ്മ മീനൊക്കെ വറുത്തിട്ട് ഞങ്ങൾക്ക് ചട്ടിയിലിട്ട് തരുന്ന ഓർമ്മ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.